ശിവായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം ശംഭവേ നമഃ. തൊട്ടുങ്കോ പേര് നക്ഷത്രം ചൊല്ലുങ്കോ. അർച്ചന ജയകൃഷ്ണൻ വിശാഖ നക്ഷത്രം, രമ അനിഴ നക്ഷത്രം. നല്ല അമ്പലമല്ലേ? வாங்கம்மா வாங்க. கடந்த காலம், நிகழ்காலம், எதிர்காலம் எல்லாத்தையும் அற்புதமா சொல்லி தரேன் வாங்க. நடந்தது, நடக்க போறது என்னவா இருந்தாலும் சரி வாங்க வந்து உட்காருங்க. அற்புதமா நம்ம கிளி எடுத்து சொல்லுவாங்க. ഞാനൊന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് വരാം. கேட்கலாமா? சொல்றியா? உட்காருங்கம்மா. உங்க பேர் என்னம்மா? രമ. ரமா. செல்லம், ரமாங்கிற பேருக்கு ஒரு அற்புதமான சீட்டடா. வாடா வெளியே, வெளியே வாடா. வா வா எடுத்துக்குறா. அம்மாவோட நேரம் நல்லா இருக்கா? அம்மா என்ன பண்ண போறாங்க? இதுல இருந்து ஒரு சீட் எடுத்துக்குறா. முருகா எம்பெருமானே ஜக்கம்மா. நல்ல வார்த்தையை நாக்குல வந்து சொல்லுடா அப்பா. பணம், புகழ், பதவி எல்லாமே கையில இருக்கு. ஆனா கொஞ்சம் விளையாட குழந்தை பாக்கியம் தான் இல்ல. சரியா? അതെ. அடடே, உனக்கு நாகதோஷம் இருக்குமா? இதுக்கு பரிகாரம் உண்டு. நீ ஒண்ணு கவலைப்பட வேண்டாம். உங்க புருஷனை அழைச்சிட்டு வாங்க, நான் எல்லாத்தையும் சொல்லி தரேன். என்ன பரிகாரம் பண்ணணும்னு சொல்றேன். ஓகே? ഇതിങ്ങ ഇരിക്കട്ടെ. சீக்கிரம் வாங்க. ജേട്ടാ, 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 ഏട്ടാ, ഏട്ടാ, ഏട്ടാ. നമ്മൾ നേരം കുറെ ആയിട്ട് അവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടേ. അതിന് വെറുതെ ഒന്നല്ലോ ചിപ്പടിങ്ങനെ ധാരകരിക്കണം കേട്ടോ. ഒരു ആരോ വന്നു കേട്ടോ. ചേട്ടാ, ഈ പാലാട്ട് അച്യുതക്കുറുപ്പിന്റെ വീട് ഏതാ? ആരാ? പാലാട്ട് അച്യുതക്കുറുപ്പിന്റെ വീട്. ഇതുവഴി നേരെ പോയാ മതി. ഈ വഴിയൊന്ന് അവസാനിക്കുന്നിടത്ത് കൊള്ളാവുന്ന ഒരൊറ്റ വീടേ ഉള്ളൂ. അത് കുറുപ്പിന്റെ തറവാടാ. നിങ്ങള് കണ്ടാൽ അറിഞ്ഞൂടെ കുറുപ്പിന്റെ മോളെ പെണ്ണ് കാണാൻ വന്നവരാണെന്ന്? അതെ, നന്നായി. അച്യുതക്കുറുപ്പ് ഒരു കരിവീരനാണെങ്കിൽ ആ കരിവീരന്റെ നെറ്റിയെ ചാർത്തുന്ന നെറ്റിപ്പെട്ട വാ മോൾ. കൊച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സ്വഭാവ ഗുണമുള്ള പെൺകുട്ടി ഈ ദേശത്ത് വേറെ ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. പക്ഷേ ആ കുട്ടി ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവുക. സത്യമാണോ? സത്യമല്ല പറയുന്നത്. എന്താ ആളിയായി കേൾക്കുന്നത്? അപ്പളേ ചേട്ടന്മാരെ ഒന്നവിടെ നിന്നേ. പോയിട്ട് വരെ പണിയുണ്ട് മാഷേ. നമ്മൾ തൊഴിയാനാ. എന്താ ആളിയായത്? എല്ലാം ഗുലുമാലായല്ലോ.
അത് ഭാസ്കര എടാ തെണ്ടി, എടാ പെണ്ണിന്റെ വീട് പോലും അറിയാതെ ഞങ്ങളെ ഇവിടെ വട്ടം കറക്കിയിട്ട് ഗർഭിണിയായ ഒരു പെണ്ണിനാണോ എന്റെ ചെറുക്കിന് വേണ്ടി ഇത് പിന്നെ പോകും. അതെ, ആൾക്കാർ അതും ഇതൊക്കെ പറയും. നമുക്ക് വേണമെങ്കിൽ കുറുപ്പിന്റെ വീട് വരെ പോയി നോക്കാം. ഗർഭിണിയാണെങ്കിൽ നേരിട്ട് കാണാലോ. അതെ സാ, ഇനിയെല്ലാം നമുക്ക് വയറ് നോക്കിയിട്ട് തീരുമാനിക്കാം. വരണം. പണ്ടേ ആനയുണ്ടായിരുന്ന തറവാടാ എലിഫന്റ്. ഒവ്വ, പോരുന്ന വഴിക്ക് നാട്ടുകാര് ആനയുടെ നെറ്റിപ്പട്ടത്തിന്റെയും ഒക്കെ കഥ വിസ്തരിക്കുമല്ലോ. കുട്ടിയെ ഒന്ന് വിളിക്കുക. ഗംഗേ, മോളെ വിളിക്ക്. ലേശം വീർത്തിട്ടുണ്ടോ എന്നൊരു സംശയം. അമ്മാവനുണ്ടെന്ന് പറഞ്ഞാലുണ്ട്, ഇല്ലെന്ന് പറഞ്ഞാലില്ല. ഭാസ്കരൻ നായർ എന്താ ഈ പറയുന്നത്? ഉണ്ടോ അതോ ഇല്ലയോ? ചെറുക്കന്റെ അച്ഛന്റെ തീരുമാനമല്ലേ പ്രധാനം. എന്താ ഭാസ്കര നിന്റെ അഭിപ്രായം? അതിന് ഞാനെന്ത് പറയാനാ? ഇവനല്ലേ പറയേണ്ടത്. അവനോട് ചോദിക്കാം. എന്താടാ ഉണ്ടോ? ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. എന്ന് വെച്ചാ അതിപ്പോ അച്ഛാ പരിശോധിക്കാതെ ഒന്നും തീർത്തങ്ങോട്ട് പറയാൻ പറ്റാത്ത അവസ്ഥ. കെട്ടാൻ പോകുന്ന പെണ്ണിന് ഗർഭമുണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാൻ കഴിയാത്ത നീയൊക്കെ എങ്ങനെയാടാ ഒരു കുടുംബമായിട്ട് കഴിയാൻ പോകുന്നത്? ഗർഭോ? അതെ, ഗർഭം. കുറിപ്പ് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി നാട്ടുകാർ ചിലതൊക്കെ പറഞ്ഞു. ഈ കുട്ടി ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണത്രേ. ആ പറഞ്ഞവന്മാരുടെ ഒക്കെ പെമ്പിള്ളേരെ അമ്മയാകാൻ പോണത്. അച്ഛൻ എന്തിനാ ഇവരോട് വെറുതെ ദേഷ്യപ്പെടുന്നേ? നിങ്ങൾ കേട്ടതൊക്കെ ശരിയാ. ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. പക്ഷെ അത് നിങ്ങൾ കരുതുന്ന പോലെ പ്രഗ്നന്റ് ആയിട്ടൊന്നും അല്ല. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, അപ്പു. അവൻ അമ്മയില്ല, മരിച്ചുപോയി. അവന്റെ അമ്മ അവനാ എന്റെ തീരുമാനം. കുട്ടിയുടെ അമ്മയാവുക എന്ന് പറയുമ്പോ ദത്തെടുക്കാനാ പ്ലാൻ? താൻ എന്ത് മണ്ടനാടോ? എന്തിനാ ദത്തെടുക്കണേ? ആ കുട്ടിയുടെ അച്ഛനെ കല്യാണം കഴിച്ചാ പോരെ? കറക്റ്റ്. അപ്പൊ പോവാ. കറക്റ്റാ. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഒരു രണ്ടാം കെട്ടുകാരന്റെ മോളെ കെട്ടിച്ചൊരുക്കേണ്ട ഗതികേടൊന്നും പാലാട്ട് അശോക്കുറിപ്പിന്റെ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ എന്തെങ്കിലും ഗതികേട് വന്ന എന്റെ മുതലാളി കൊടിയ വിഷവും കഴിച്ച് ഈ കഴുക്കോലി കെട്ടിത്തൂക്കി ചാവും, അറിയാവോ? എടോ, അച്ഛൻ വെറുതെ കണ്ടശോഭം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചന്ദ്രേട്ടനെ അല്ലാതെ വേറൊരാളെ കെട്ടില്ലാന്ന് ഞാൻ തീരുമാനിച്ചതാ. ചന്ദ്രൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാണെന്നുള്ള കാര്യം പോട്ടെ, പക്ഷെ അവന് നിന്നേക്കാളും പ്രായമില്ലേ കുഞ്ഞ്? ഉണ്ട്. ആ ബോധം ഉള്ളതുകൊണ്ടാണല്ലോ ഇതുവരെ ചന്ദ്രേട്ടൻ എന്റെ പ്രേമത്തിന് പച്ചക്കൊടി കാണിക്കുന്നത്. എന്ന് കരുതി അത് സമ്മതിച്ചേരാനൊന്നും ഞാൻ ഒരുക്കമല്ല. അച്ഛൻ എന്ത് പറയുന്നു അതാ എന്റെയും തീരുമാനം. എന്നാ പെണ്ണ് കാണാൻ വരുന്നവർക്ക് ചായം പലഹാരങ്ങളും ഉണ്ടാക്കി അമ്മയുടെ കൈ കഴിക്കുള്ളൂ. ഇതിപ്പോ നാട്ടുകാർ പറഞ്ഞവരറിഞ്ഞു. ഇനി വരാൻ പോണവരോടൊക്കെ ഞാനാ പറയാൻ പോണേ. എങ്ങനെ കല്യാണം കഴിക്കാതെ മൂത്ത് നരച്ച് ഇവിടെ ഇരിക്കും? അത് വെറുതെ. എന്തെങ്കിലും ഒരിക്കൽ ചന്ദ്രേട്ടൻ എന്റെ മനസ്സിൽ തിരിച്ചറിയും. അന്ന് ആ സെക്കൻഡ് പാമ ഈ വീട് വിട്ട് പോവുകയും ചെയ്യും. പിന്നെ വെറും കൈയോടെ പോകുന്ന ആരും വിചാരിക്കണ്ട. എനിക്കായി വാങ്ങി വെച്ച സകല സ്വർണം കൊണ്ടേ ഞാൻ പോകും. അയ്യോ, അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നുമോളെ 2 വളയെങ്കിലും ഇവിടെ വച്ചിട്ട് പോണേ. എന്റെ മുതലാളിക്ക് പിന്നെ പണയെങ്കിലും വെച്ച് ജീവിക്കാവല്ലോ. അതാണല്ലോ നാട്ടു നടപ്പ്.